ഓക്കെ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നോർമലൈസേഷനാണ്. നോർമലൈസേഷൻ, നോർമൽ ഫോംസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എങ്ങനെ നോക്കിയാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമലൈസേഷൻ റിലേറ്റഡ് ആണ്. അതായത് നമുക്ക് 9 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഈ നോർമലൈസേഷന് വരുന്നത്. ഇപ്പം നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മോഡ്യൂൾസിലെല്ലാം ഇപ്പോൾ SQL ക്വറി ചോദിക്കുന്നു, റിലേഷണൽ ആൾജിബ്ര ക്വറി ചോദിക്കുന്നു, ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് മസ്റ്റായിട്ടും എന്തായാലും ചോദിച്ചിരിക്കും ആ ക്വസ്റ്റ്യൻസ് എല്ലാം. അതുപോലെ തന്നെ മോഡ്യൂൾ 4-നകത്ത് നോർമലൈസേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ എന്താണ് ഈ നോർമലൈസേഷൻ? നോർമലൈസേഷൻ എന്നുള്ളത് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡേറ്റാബേസ് ഡിസൈൻ എന്നുള്ളൊരു കാര്യമാണ് ആണല്ലോ. ഇപ്പം ഡേറ്റാബേസ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് ഒരു ഒറ്റ സിംഗിൾ കാര്യമായിട്ട് എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഒരു ടേബിൾ ആണെങ്കിൽ, ഒരു ഡേറ്റാബേസ് ആണെങ്കിൽ എല്ലാ ആട്രിബ്യൂട്ട്സും കൂടെ ചേർത്ത് ഒരൊറ്റ ടേബിളായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ആ ടേബിളിനെ വീണ്ടും പല പല കണ്ടീഷൻസ് നോക്കി ഡിവൈഡ് ചെയ്ത് പല പല ടേബിൾസാക്കി മാറ്റുകയാണ്. അത്തരം ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ നോർമൽ ഡേറ്റാബേസ് ഡിസൈനിനകത്ത് എടുക്കുന്നത്. ആ ഒരു പ്രൊസീജിയറാണ്, ഒരു സിംഗിൾ ടേബിളിനെ ഡീകമ്പോസ് ചെയ്ത് പല പല ടേബിൾ ആക്കുന്ന ഒരു പ്രൊസീജിയറാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ടേബിൾ 1, ടേബിൾ 2, അതിനകത്ത് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഇത് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. അതായത് ടേബിൾ 1-നകത്ത് A1 to A7 വരെ ഉണ്ട്. ടേബിൾ 2-നകത്ത് B1 to B6 വരെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് ടേബിൾ 1-നെ എന്തെങ്കിലും കുറേ കണ്ടീഷൻസ് നോക്കും. എന്ത് കണ്ടീഷനാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നോക്കുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കാം, അല്ലെങ്കിൽ റിഡൻഡൻസി എന്നുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അനോമലീസ് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കാം. അത് ബേസിക്കലി നമ്മളത് നോക്കുന്നത് കൂടുതലും ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിക്ക് അനുസരിച്ചാണ് ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതിനെ വെച്ചാണ് നോക്കുന്നത്. അത് വെച്ചിട്ട് ടേബിൾ 1-നെ ഞാൻ ടേബിൾ 1.1 ആയിട്ടും ടേബിൾ 1.2 ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി ഏതായിരുന്നോ നമ്മളുടെ ടേബിൾ 1-ൻ്റെ പ്രൈമറി കീ, അത് രണ്ടിലും വരുന്ന രീതിയിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. എല്ലായ്പ്പോഴും വേണമെന്നല്ല, ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ വീണ്ടും വേറെ കണ്ടീഷൻസൊക്കെ നോക്കിയപ്പോൾ ഈ ടേബിൾ 1.1-നെ വീണ്ടും 1.1.1 ആയിട്ട് 1.1.2 ആയിട്ട് 1.1.3 ആയിട്ട് 3 ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. അതിലെ കറസ്പോണ്ടിങ് പ്രൈമറി കീകളെല്ലാം മാർക്ക് ചെയ്തു. ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ റിഡൻഡൻസീസും മാറി, അനോമലീസും എല്ലാം മാറി, കറക്റ്റായിട്ടുള്ള ടേബിൾസ് കിട്ടി. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ടേബിൾ 1 എന്ന് പറയുന്നതിനെ നമ്മൾ നോർമലൈസ് ചെയ്ത് 4 ഡിഫറെൻറ്റ് ടേബിൾസാക്കി മാറ്റി. ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്ന ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് എന്തെല്ലാം കണ്ടീഷൻസ് നോക്കണം, ആ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ നോർമലൈസേഷൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, നോർമലൈസേഷൻ is considered as a process of analyzing the given relation schemas based on their functional dependencies and primary keys to achieve the properties like minimizing the redundancy and minimizing the anomalies. ഇതാണ് നമ്മളുടെ നോർമലൈസേഷൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഒരു പ്രൊസീജിയർ ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആൻഡ് കീസ്. നമ്മളുടെ എയിം എന്ന് പറയുന്നത് റിഡൻഡൻസി മിനിമൈസ് ചെയ്യുക, അനോമലീസ് മിനിമൈസ് ചെയ്യുക. ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് നോർമലൈസേഷൻ. ഈ നോർമലൈസേഷൻ പ്രൊസീജിയർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കോഡ് എന്ന് പറഞ്ഞൊരാൾ പ്രൊപ്പോസ് ചെയ്തേക്കുന്ന ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സീരീസ് ഓഫ് കാര്യങ്ങൾ ഒരു കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ ഓരോ കണ്ടീഷൻസും
നമ്മൾ ഒരു സീരിയലി ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ഒരു കണ്ടീഷൻ ഇത് ചെക്ക് ചെയ്യണം, സെക്കൻഡ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, തേർഡ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ആ ഓരോ കണ്ടീഷൻസും ആ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് പോവുക. അങ്ങനെ ഒരു പ്രൊസീജിയർ ആ ഒരു നോർമലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി പറഞ്ഞേക്കുന്നത് കോഡ് എന്ന് പറഞ്ഞൊരാളാണ്. ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അതനുസരിച്ച് ഓരോ സ്റ്റെപ്പിനും ഓരോ നോർമൽ ഫോം എന്ന് പറയുന്ന ഒരു പേരും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ നോർമൽ ഫോമിലാണ്, അടുത്ത കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത നോർമൽ ഫോമിലാണ്. അങ്ങനെ ഒരു ഓർഡറും പറഞ്ഞിട്ടുണ്ട് നോർമൽ ഫോംസിന്. അപ്പോൾ ഏതൊരു റിലേഷനാണോ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യാത്തത്, ആ ഒരു മീറ്റ് ചെയ്യാനായിട്ട് അതിനെ വീണ്ടും ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിനെ ഡിവൈഡ് ചെയ്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിനെ ബേസ് ചെയ്ത് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ രീതിയിൽ അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഏതാണോ മീറ്റ് ചെയ്യാത്തത് ആ മീറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യണം. അതാണ് നമുക്കിവിടെ നമ്മളെ പ്രൊസീജിയറായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു റിലേഷൻ ഏത് നോർമൽ ഫോമിലാണ് എന്ന് പറയണമെങ്കിൽ ഏതെല്ലാം കണ്ടീഷൻസ് അത് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഫസ്റ്റ് ലെവലിലുള്ളത്, സെക്കൻഡ് കണ്ടീഷന് മീറ്റ് ചെയ്താൽ സെക്കൻഡ് ലെവലിലുള്ളത്. നമ്മൾ ഡയറക്റ്റ്ലി പോയി ഇപ്പോൾ തേർഡ് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് ആ ഒരു നോർമൽ ഫോമിലാണെന്ന് പറയില്ല. ഏതെല്ലാം കണ്ടീഷൻ ഇപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സീരിയൽ ഓർഡറിൽ ഏതാണ് വരുന്നത്, ഇപ്പോൾ തേർഡ് വണ്ണാണ് വരുന്നതെങ്കിൽ തേർഡ് നോർമൽ ഫോമിലാണെന്ന് പറയും. ഏറ്റവും ഹയസ്റ്റ് നോർമൽ ഫോം ഏതാണോ അതിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, ഏത് കണ്ടീഷൻ്റെ ആണോ ഹയസ്റ്റ് നോർമൽ ഫോമിൻ്റെ കണ്ടീഷനാണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതാണ് ആ റിലേഷൻ്റെ നോർമൽ ഫോം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളൊരു ഓർഡറിൽ പറഞ്ഞേക്കുന്നത് ഏറ്റവും ആദ്യത്തത് ഫസ്റ്റ് നോർമൽ ഫോമായിട്ടും, പിന്നെ സെക്കൻഡ് നോർമൽ ഫോം, പിന്നെ തേർഡ് നോർമൽ ഫോം, പിന്നെ നെക്സ്റ്റ് പറയുന്നത് ബോയ്സ് കോഡ് നോർമൽ ഫോം, അത് പിന്നീട് നമ്മൾ ഡിഫൈൻ ചെയ്തൊരു നോർമൽ ഫോമാണ്. പിന്നെ ഫോർത്ത് നോർമൽ ഫോം, ഫിഫ്ത്ത് നോർമൽ ഫോം. ഇതാണ് നമ്മൾ അതിൻ്റെ ഓർഡറായിട്ട് പറയുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോർമൽ ഫോംസാണ് നമുക്കുള്ളത്. ഇതിൽ എല്ലാ നോർമൽ ഫോംസും നമുക്ക് പഠിക്കേണ്ട, മുമ്പ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഫോർത്തും ഫിഫ്ത്തും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1, 2, 3 ആൻഡ് BCNF ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് നോർമൽ ഫോംസ് ആണ്. BCNF നെക്സ്റ്റ് ക്ലാസ്സിലാണ്. ഇപ്പോൾ ഈ നോർമൽ ഫോംസ് പഠിക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കുക. എന്താണ് സൂപ്പർ കീ, എന്താണ് കാൻഡിഡേറ്റ് കീ, എന്താണ് പ്രൈമറി കീ. സൂപ്പർ കീ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് വൺ ഓർ മോർ ആട്രിബ്യൂട്ട്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ ട്യൂപ്പിൾ ഇൻ എ റിലേഷൻ. Used to uniquely identify a tuple in a relation. Any such set is called a super key of that relation. അതുതന്നെ സൂപ്പർ കീയുടെ ഏറ്റവും മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് കാൻഡിഡേറ്റ് കീ ആയിട്ട് പറയുന്നത്. അതായത് മിനിമൽ സൂപ്പർ കീ ആണ് കാൻഡിഡേറ്റ് കീ. ഒരു റിലേഷൻ സ്കീമയിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീസ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണോ ഒരു ഡിസൈനർ സെലക്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ് കീ ഫോർ ഇംപ്ലിമെൻറ്റിങ് ഇൻ ദ ഡേറ്റാബേസ്, ആ ഒരു കാൻഡിഡേറ്റ് കീ ആണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് പറയുന്നത്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ് കീസിനെയും സെക്കൻഡറി കീസ് ആയിട്ട് പറയും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് കീസ് ആയിട്ട് പറയും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് ഓർമ്മയില്ലെങ്കിൽ പഴയ എക്സാമ്പിൾസൊക്കെ നോക്കിയിട്ട് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ക്ലാസ് മനസ്സിലാകുന്നില്ല, എവിടെയെങ്കിലും വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് പ്രൈം ആൻഡ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവത്തില്ല. ഈ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കീയിലെ പാർട്ടായിട്ട് വരുന്ന ആട്രിബ്യൂട്ടാണെങ്കിൽ അതിന് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ടായിട്ട് പറയും. പ്രൈമറി കീയുടെ തന്നെ പാർട്ടാവണമെന്നില്ല, കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിട്ടുള്ളത്. ഇപ്പോൾ എ ബിയും ബി സിയുമാണ് രണ്ട് കാൻഡിഡേറ്റ് കീ എങ്കിൽ ഇപ്പോൾ എ ബി സി ആർ ആട്രിബ്യൂട്ട്സ്. എ ബി ഈസ് എ കാൻഡിഡേറ്റ് കീ, ബി സി ഈസ് എ കാൻഡിഡേറ്റ് കീ. അങ്ങനെയാണെങ്കിൽ എ ബി ആൻഡ് സി ഈ മൂന്ന് കാര്യങ്ങളും, ഈ മൂന്ന് ആട്രിബ്യൂട്ട്സും പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സം കാൻഡിഡേറ്റ് കീ. ഓക്കെ, അതുപോലെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു കാൻഡിഡേറ്റ് കീയുടെയും പാർട്ട് ആയിട്ടില്ലാത്ത ആട്രിബ്യൂട്ടുകളുണ്ടെങ്കിൽ
അതായത് സാധാരണ ആട്രിബ്യൂട്ടുകൾ, അതായത് കീയുടെ പാർട്ടൊന്നും അല്ലാത്ത ആട്രിബ്യൂട്ട്സുകളെല്ലാം നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. സൂപ്പർ കീ അല്ല, കാൻഡിഡേറ്റ് കീ ആണ്. മിനിമൽ സൂപ്പർ കീയിൽ, അതായത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിട്ടുള്ളതല്ലാതെയുള്ള ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. സോ ആയത് ഫസ്റ്റ് നോർമൽ ഫോം. ഈ ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പലപ്പോഴും ചെയ്യേണ്ടി വരത്തില്ല. കാരണം അത് പറയുന്നത് ഒരു റിലേഷനകത്ത് എല്ലാ ആട്രിബ്യൂട്ട്സും അറ്റോമിക് ആണെങ്കിൽ, അതായത് സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ആണ്, അത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. ഇൻഡിവിസിബിൾ ആയിട്ടെന്ന് വെച്ചാൽ അത് മൾട്ടി വാല്യൂഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് അല്ല, സിംഗിൾ ആട്രിബ്യൂട്ട്, സിമ്പിൾ ആൻഡ് സിംഗിൾ ആട്രിബ്യൂട്ടായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ, എല്ലാ ആട്രിബ്യൂട്ട്സും അത് സിംഗിൾ ആൻഡ് സിമ്പിൾ ആണെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് ഇൻ വൺ എൻഎഫ്. അപ്പോൾ യൂഷ്വലി ഏതൊരു റിലേഷൻ, നമ്മൾ റിലേഷണൽ മോഡലിലെ ഏതൊരു റിലേഷൻ എടുത്തു കഴിഞ്ഞാലും അത് വൺ എൻഎഫിലായിരിക്കും. നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ അത് വൺ എൻഎഫിലാണ് എന്ന് അസ്യൂം ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് മൾട്ടി വാല്യൂഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം നമ്മൾ ഡയഗ്രത്തിൽ നിന്ന് റിലേഷണൽ മോഡലിലോട്ട് മാപ്പ് ചെയ്യുമ്പോൾ തന്നെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ടേബിൾസ് ആക്കുന്നുണ്ട്. സോ ഒരു ടേബിളിനകത്ത് നമ്മളിപ്പോൾ ഒരു റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് വരാനുള്ള ചാൻസ് ഇല്ല. സോ അത് ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് അത് മിക്കവാറും ഉള്ള എല്ലാം വൺ എൻ എഫിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്താണ് എല്ലാം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ ഒരു റിലേഷൻ എടുക്കുകയാണ്. ഈ ഒരു റിലേഷനകത്ത് ഡി ലൊക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷനായിട്ട് പറയുന്നത് ഡി നെയിം ഉണ്ട്, ഡി നമ്പർ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ SSN, ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ, ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് ട്യൂപ്പിളിൽ 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്. കോമയിട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആവും. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഉള്ളത് 1NF എന്നുള്ള നോർമൽ ഫോമിലല്ല. അതിനെ റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അതൊരു 1NF റിലേഷൻ ആവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഏതെല്ലാം രീതിയിൽ മാപ്പ് ചെയ്യാമെന്നുള്ള മോഡലിൽ നിന്നും റിലേഷൻ മോഡലായിട്ട് മാപ്പ് ചെയ്യുമ്പോൾ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് മാപ്പ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് റിലേഷൻസൊക്കെ വരുന്ന സമയത്ത് 1-to-1 റിലേഷൻ, 1-to-many, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലത്തെ ഒരു കാര്യമാണ് ഇതിനകത്തും വരുന്നത്. അതായത് 1NF ആക്കാനായിട്ട് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡാണ് ഡി നമ്പറിനെയും ഡി ലൊക്കേഷനെയും പ്രൈമറി കീ ആക്കുക. നേരത്തെ ഇതിനകത്ത് നമ്മൾ ഒറിജിനൽ റിലേഷനിൽ ഡി നമ്പർ മാത്രമാണ് പ്രൈമറി കീ. അതിനെ നമ്മൾ ഡി ലൊക്കേഷനെയും കൂടെ പ്രൈമറി കീ ആക്കിയിട്ട് ഡിഫറെൻറ്റ് ട്യൂപ്പിൾസ് ആക്കിയാണ് മാറ്റുന്നു. അതായത് 3 വാല്യൂ ഉള്ള ഒരു ട്യൂപ്പിൾ ഉണ്ടെങ്കിൽ അതിനെ 3 ഡിഫറെൻറ്റ് ട്യൂപ്പിളാക്കി മാറ്റുന്നു. ഇപ്പോൾ റിസർച്ച് 5 SSN നമ്പർ, ഒരു ലൊക്കേഷൻ, അത് ഒരു ട്യൂപ്പിൾ. അങ്ങനെ 3 ഡിഫറെൻറ്റ് ലൊക്കേഷനും 3 ഡിഫറെൻറ്റ് റോസ് ആയിട്ട് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യും, 3 ഡിഫറെൻറ്റ് ട്യൂപ്പിൾസ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഡി നമ്പർ എന്നുള്ളത് പ്രൈമറി കീ മാത്രമായിട്ട് പ്രൈമറി കീ ആക്കാൻ പറ്റത്തില്ല. കാരണം 5 എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരും. പ്രൈമറി കീ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഡി ലൊക്കേഷനും കൂടെ ചേർത്ത് പ്രൈമറി കീ ആക്കും. അപ്പോൾ അത് യുണീക്കായിട്ട് വരും. ഇതൊരു മെത്തേഡ്. ഇതല്ല എങ്കിൽ വേറൊരു മെത്തേഡ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ടേബിൾ, ആ ഡി ലൊക്കേഷൻ എന്നുള്ള കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റുക അതിൽ നിന്ന്. ബാക്കിയുള്ളത് മാത്രമായിട്ട് ഒരു ടേബിളാകും. ഡി ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഈ രണ്ടും കൂടെ ചേർത്ത് പ്രൈമറി കീ ആക്കുക. ഡി നമ്പറും അതിനകത്ത് വരണം, ഡി ലൊക്കേഷനും വരണം. അത് രണ്ടും കൂടെ ചേർത്ത് പ്രൈമറി കീ ആക്കി വെച്ച് പുതിയൊരു റിലേഷനാക്കി മാറ്റുന്നു. കാരണം ഇത് പഴയ ടേബിൾ, ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ടേബിളുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രൈമറി കീ ഇതിനകത്ത് ഫോറിൻ കീ ആയിട്ട് വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഡി നമ്പറും കൂടെ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡി ലൊക്കേഷൻ്റെ കൂടെ ഡി നമ്പർ ഇൻക്ലൂഡ് ചെയ്ത് സെപ്പറേറ്റ് ടേബിൾ ആക്കുന്നു. ഇങ്ങനെ 2 മെത്തേഡായിട്ട് നമുക്ക് 2 മെത്തേഡിൽ നമുക്കത് ചെയ്യാം. യൂഷ്വലി നമ്മൾ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഈ സെക്കൻഡ് മെത്തേഡാണ്. കാരണം എന്താണെന്ന് അടുത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സെക്കൻഡ് നോർമൽ ഫോമിൻ്റെ കാര്യം പറയുമ്പോൾ ഈ എന്തുകൊണ്ട് ഈ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം.
എംപ്ലോയി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. അതിനകത്ത് SSN നമ്പർ ഒരു യുണീക്ക് നമ്പറാണ്, എംപ്ലോയിയുടെ യുണീക്ക് നമ്പറായിട്ട് പറയുന്നതാണ് SSN നമ്പർ. പിന്നെ ഒരു നെയിം, എംപ്ലോയി നെയിമുണ്ട്, P നമ്പറുണ്ട്, അവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു എംപ്ലോയിയുടെ ID SSN ആയിട്ട്, പിന്നെ എംപ്ലോയിയുടെ പേര്, ആ എംപ്ലോയി ഏത് പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ആ പ്രോജക്റ്റിൻ്റെ നമ്പർ, എത്ര മണിക്കൂറാണ് ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ ഒരു എംപ്ലോയി ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈംസ് ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഒരു 1 hour ആണെങ്കിൽ വേറൊരു പ്രോജക്റ്റിൽ 3 hour വർക്ക് ചെയ്യും, വേറൊരു പ്രോജക്റ്റിൽ 2 hour വർക്ക് ചെയ്യും. ആ രീതിയിലായിരിക്കും. പല ഓരോ എംപ്ലോയീസും ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും വരുന്നത്. അതായത് ഒരു എംപ്ലോയി ഒരു പ്രോജക്റ്റിൽ 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു എംപ്ലോയി സെയിം പ്രോജക്റ്റിൽ തന്നെ ചിലപ്പോൾ 2 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഡിഫറൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ P നമ്പറും നെയിം അവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയി ഒരു പ്രോജക്റ്റിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു ഡീറ്റെയിൽസാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മൾട്ടി വാലിഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല. സോ നമുക്കൊരു 1NF പറയാൻ പറ്റുമോ? കാരണം മൾട്ടി വാലിഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഇവിടെ ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം P നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി മൾട്ടി വാല്യൂഡ് ആണ്. അതായത് ഒരു എംപ്ലോയിക്ക് ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ P നമ്പർ എന്ന് പറയുന്നത് ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടായിട്ട് മാറി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? SSNഉം P നമ്പറും ചേർത്ത് ഒരു പ്രൈമറി കീ ആയിട്ട് മാറ്റിയിട്ട് നേരത്തെ ചെയ്തതുപോലെ ഡിഫറെൻറ്റ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ട്യൂപ്പിൾസ് ആയിട്ട് ചെയ്യാം. അത് ഫസ്റ്റ് മെത്തേഡ്. പിന്നെ സെക്കൻഡ് മെത്തേഡിൽ 2 ഡിഫറെൻറ്റ് ടേബിളാക്കാം. 2 ഡിഫറെൻറ്റ് ടേബിളാക്കുമ്പോൾ എംപ്ലോയിയുടെ പേര് മാത്രമായിട്ടൊരു ടേബിളും P നമ്പർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ടേബിളും ആക്കാം. P നമ്പർ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ഒരു പ്രോജക്റ്റിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ P നമ്പറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് അവറും. അതുകൊണ്ട് അതും കൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. SSNഉം P നമ്പർ അവേഴ്സ് എന്നും പറയുന്നത് ഒരു ടേബിളായിട്ടും SSN നെയിമും കൂടെ ഒരു ടേബിളായിട്ടും മാറ്റും. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം 2 മെത്തേഡ്സിൽ. രണ്ടും കൂടെ വേണമെങ്കിൽ പ്രൈമറി കീ ആക്കി മൊത്തമായിട്ടൊരു ടേബിളായിട്ട് തന്നെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ടേബിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എപ്പോഴും നല്ലത് 2 ടേബിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് അടുത്തൊരു കാര്യമുണ്ട്, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്, എക്സ് ഡിറ്റർമിൻസ് വൈ. എക്സ് ആൻഡ് വൈ ആർ എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഒന്നിൽ കൂടുതലോ ആയിട്ടുള്ള സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആവാം. ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് എക്സും വൈയും. ഇതൊരു ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണെന്ന് പറയണമെങ്കിൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നാണ്. അതിൽ എക്സിനകത്തുള്ള സെറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് എ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ എ ഞാൻ ആ എക്സിൽ നിന്ന് റിമൂവ് ചെയ്തു. അതായത് ഇപ്പോൾ ABC ഡിറ്റർമിൻസ് എക്സ് PQ എന്നായിരുന്നു വിചാരിക്കുക. അതിൽ നിന്ന് എ റിമൂവ് ചെയ്താൽ BC ഡിറ്റർമിൻസ് PQ എന്നാവും. അങ്ങനെ പറയാൻ പറ്റുമോ? അതായത് എക്സ് മൈനസ് എ സെറ്റ് എ എന്നുള്ളത് റിമൂവ് ചെയ്തു, എക്സ് എന്നുള്ള പാർട്ടിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ആ ഡിപ്പെൻഡൻസിയിൽ നിന്ന് ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് വാലിഡ് ആണോ? ഏതിപ്പം ABC ഡിറ്റർമിൻസ് PQ എന്നുള്ളത് BC ഡിറ്റർമിൻസ് PQ എന്നായാലും അത് കറക്റ്റാണോ? അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അല്ല. അങ്ങനെ വരാൻ പാടില്ല. ABCയിൽ നിന്ന് ഏതെങ്കിലും എയോ ബിയോ സി ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് അതിനകത്ത് വരാൻ പാടില്ല. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ഉണ്ടെങ്കിൽ ABC ഡിറ്റർമിൻസ് PQ എന്ന് തന്നെയാണ്. അതിനെ മുറിച്ചിട്ട് BC ഡിറ്റർമിൻസ് PQ എന്നോ അല്ലെങ്കിൽ AC ഡിറ്റർമിൻസ് PQ എന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റരുത്. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അങ്ങനെ പറയാം. എക്സാമ്പിൾ,
ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിൽ തന്നെ SSN P നമ്പർ ഡിറ്റർമിൻസ് അവേഴ്സ്. അതായത് രണ്ടാമത്തെ ടേബിളിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് എന്നാണ് പ്രൈമറി കീ. ഇപ്പോൾ പ്രൈമറി കീ ഡിറ്റർമിൻസ് ഓൾ അതർ ആട്രിബ്യൂട്ട്സ് ഇൻ ദ റിലേഷൻ എന്നാണ്. അപ്പോൾ ആ ഒരു ടേബിളിൽ SSN P നമ്പർ ഡിറ്റർമിൻസ് അവേഴ്സ് എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. കാരണം പ്രൈമറി കീ ഡിറ്റർമിൻസ് ഓൾ അതർ ആട്രിബ്യൂട്ട്സ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതിൽ ഞാൻ ഒരു ആട്രിബ്യൂട്ട്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. SSN ഡിറ്റർമിൻസ് അവേഴ്സ് എന്നാക്കുന്നു, അല്ലെങ്കിൽ P നമ്പർ ഡിറ്റർമിൻസ് അവേഴ്സ് എന്നാകുന്നു. അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആകുമോ? അതായത് SSN ആൻഡ് P നമ്പർ ഡിറ്റർമിൻസ് അവേഴ്സ് എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, SSN എന്ന് വെച്ചാൽ ഒരു എംപ്ലോയിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു എംപ്ലോയി ഒരു പർട്ടിക്കുലർ P നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രോജക്റ്റ് നമ്പറാണ്. അപ്പോൾ ഒരു എംപ്ലോയി ഒരു പ്രോജക്റ്റിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടും. അതായത് ഒരു എംപ്ലോയി ഒരു പ്രോജക്റ്റ് അയാളുടെ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയിയുടെ നമ്പറും പ്രോജക്റ്റിൻ്റെ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എത്ര മണിക്കൂർ അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ആ ഡിപ്പെൻഡൻസി പറയുന്നത്. അതിനെ ഞാൻ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവേഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അവേഴ്സ് എന്ന് പറഞ്ഞൊരു ഡേറ്റ എനിക്ക് കിട്ടുമോ? എനിക്ക് കണ്ടുപിടിക്കാം. അയാൾ എല്ലാ പ്രോജക്റ്റിലും കൂടെ ചേർത്ത് മൊത്തം എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അഗ്രിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ലാതെ ഒരു പർട്ടിക്കുലർ എംപ്ലോയി എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് പ്രോജക്റ്റിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു കിട്ടത്തില്ലല്ലോ. ഏത് പ്രോജക്റ്റിൽ നിന്ന് കൂടെ കൊടുത്താലല്ലേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രോജക്റ്റിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ കാര്യത്തില്ല. ഏത് എംപ്ലോയി ഏത് പ്രോജക്റ്റിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അങ്ങനെ നോക്കിയാലേ കറക്റ്റ് എത്ര മണിക്കൂർ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസേ കിട്ടത്തുള്ളൂ. സോ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് എംപ്ലോയി ഏത് പ്രോജക്റ്റിൽ എന്ന് തന്നാൽ മാത്രമേ അത് എത്ര മണിക്കൂറെന്ന് നമുക്ക് തിരിച്ച് ആൻസർ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റിലേഷനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഒന്നിനെയും ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്തിട്ട് ഒരു ഡിപ്പെൻഡൻസി ആക്കാൻ പറ്റത്തില്ല. സോ ദ ഡിപ്പെൻഡൻസി SSN P നമ്പർ ഡിറ്റർമിൻസ് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫുൾ ഡിപ്പെൻഡൻസിയാണ്, അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. ഓക്കെ, സെയിം ഇതിൻ്റെ തന്നെയാണ്. ഒരു ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അല്ല എങ്കിൽ അതൊരു പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. എക്സാമ്പിൾ, ഇപ്പോൾ SSNഉം P നമ്പർ നമ്മൾ നേരത്തെ ചെയ്തതിനെ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്തതെന്ന് വിചാരിക്കുക, 1NF ആക്കിയത്. അങ്ങനെയാണെങ്കിൽ അതൊരു സിംഗിൾ ടേബിളാണ്. SSNഉം P നമ്പറും കൂടെ ചേർത്ത് പ്രൈമറി കീ ആക്കി. ഈ നെയിമും അവേഴ്സും അതിനകത്തുണ്ട്. ഇങ്ങനെ വരുമ്പോൾ SSN എവരി പ്രൈമറി കീ ഡിറ്റർമിൻസ് ഓൾ അതർ ആട്രിബ്യൂട്ട് എന്നാണ്. അപ്പോൾ SSN P നമ്പർ ഡിറ്റർമിൻസ് ഈ നെയിം എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് വരും. പക്ഷേ ഈ ഡിപ്പെൻഡൻസി ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. കാരണം ഒരു എംപ്ലോയിയുടെ നമ്പറും അയാൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ നമ്പറും പറഞ്ഞാലേ അയാളുടെ പേര് കിട്ടുള്ളൂ എന്നുണ്ടോ? അല്ല. അയാളുടെ എംപ്ലോയി ID എത്രയെന്ന് പറഞ്ഞാൽ മാത്രം മതി അയാളുടെ പേരെന്താണെന്ന് നമുക്കറിയാൻ പറ്റും. പ്രോജക്റ്റ് നമ്പർ വേണമെന്നില്ല. അയാൾ ഏത് പ്രോജക്റ്റിൽ വർക്ക് ചെയ്താലും എന്താ, ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് മാറത്തില്ല. സോ അയാളുടെ SSN മാത്രം മതി ഈ നെയിം എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ. സോ SSN ഡിറ്റർമിൻസ് ഈ നെയിം എന്ന് പറയുന്നത് വാലിഡാണ്, വാലിഡ് ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസിയാണ്. ഓക്കെ, അതായത് അതിനകത്ത് തന്നെ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ആയതുകൊണ്ട് SSN P നമ്പർ ഡിറ്റർമിൻസ് ഈ നെയിം എന്ന് പറയുന്നതിന് ഒരു ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കതിനെ ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസി ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. അതിനകത്ത് തന്നെ മറ്റൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. SSNഉം ഈ നെയിമും തമ്മിലൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഈ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ളതിനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ സെക്കൻഡ് നോർമൽ ഫോം പറയുന്നത്. സെക്കൻഡ് നോർമൽ ഫോമിൽ പറയുന്നത് എന്താണ്? ഒരു റിലേഷൻ, എ റിലേഷൻ സ്കീമ R is in 2NF if it satisfies 1NF. 1NFൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട്, നോൺ പ്രൈം എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് കീയുടെ പാർട്ടല്ലാത്ത ആട്രിബ്യൂട്ടുകളെല്ലാം, എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് A in R ഈസ് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ പ്രൈമറി കീ ഓഫ് R.
ഒരു ആറിനകത്തൊരു പ്രൈമറി കീ ഉണ്ടെങ്കിൽ ആ പ്രൈമറി കീ ആയിട്ട് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം അതിനകത്തുള്ള മറ്റ് നോൺ പ്രൈം ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകളെല്ലാം. ഓക്കെ, അതാണ് സെക്കൻഡ് നോർമൽ ഫോം പറയുന്നത്. എക്സാമ്പിൾ പറയാം, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇതിൽ പറഞ്ഞേക്കുന്നതിൽ നമ്മളിതിപ്പോൾ ഒരു ജസ്റ്റ് പറയുന്ന കൂട്ടത്തിലാണ് പ്രൈമറി കീ എന്ന് പറഞ്ഞത്. നമ്മളതിൻ്റെ ജനറൽ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ എനി കീ ഓഫ് ആർ എന്നാണ് പറയുന്നത്. അതായത് എനി കാൻഡിഡേറ്റ് കീസ് ഓഫ് ആർ, പ്രൈമറി കീ മാത്രമൊന്നുമല്ല. നമ്മൾ യൂഷ്വലി നമ്മളതിനകത്ത് നോക്കുമ്പോൾ പ്രൈമറി കീ ബേസ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിൽ കണ്ടോണം, ഈ പ്രൈമറി കീ എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം കാൻഡിഡേറ്റ് കീ ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ അതിനകത്തുള്ളതാണെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ് കീയും നോക്കണം. അതായത് എ റിലേഷൻ സ്കീമ ആർ ഈസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോം ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ 1NF ആൻഡ് എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് എ ഇൻ ആർ ഈസ് നോട്ട് പാർഷ്യലി ഡിപ്പെൻഡൻ്റ് ഓൺ എനി കീ ഓഫ് ആർ. അല്ലെങ്കിൽ if R is fully functionally dependent on any key of R. Not partially dependent അല്ലെങ്കിൽ fully functionally dependent. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ പിന്നീട് ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് പറയാം. 3NF കൂടെ നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് പറയാം. ഇപ്പോൾ 3NFൽ വരുന്നൊരു കാര്യമാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. നമ്മൾ നേരത്തെ ഇപ്പോൾ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ആക്സിയംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഫറൻസ് റൂൾസിനകത്ത് ട്രാൻസിറ്റീവായിട്ടുള്ള പറയുന്നുണ്ട്. എന്താണ്, ഇപ്പോൾ എക്സ് ഡിറ്റർമിൻസ് സെഡും സെഡ് ഡിറ്റർമിൻസ് വൈയും ഉണ്ടെങ്കിൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറഞ്ഞ റിലേഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് ട്രാൻസിറ്റീവായിട്ടുള്ള ഡിപ്പെൻഡൻസി? എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ളതാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. കാരണം ഓൾറെഡി എക്സ് ഡിറ്റർമിൻസ് സെഡും സെഡ് ഡിറ്റർമിൻസ് വൈ എന്നുള്ളതും ഓൾറെഡി അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവായിട്ടുള്ള ഡിപ്പെൻഡൻസിയാണ്. അത് സെപ്പറേറ്റ്ലി നമ്മളതിനകത്ത് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി അണ്ടർസ്റ്റുഡാണ്. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി വരുന്ന രീതിയിൽ അതിനകത്ത് നമ്മളെ റിലേഷനകത്ത് ആട്രിബ്യൂട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ തേർഡ് നോർമൽ ഫോം. അതായത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ബേസ് ചെയ്താണ് നമ്മൾ തേർഡ് നോർമൽ ഫോം പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ടേബിൾ ആക്കണം. അതാണ് തേർഡ് നോർമൽ ഫോം പറയുന്നത്. തേർഡ് നോർമൽ ഫോം പറയുന്നത് ദ റിലേഷൻ സ്കീം ആർ ഈസ് ഇൻ 3NF ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് 2NF. അതായത് നമ്മൾ ഏത് നോർമൽ ഫോം ഹയർ നോർമൽ ഫോമിലോട്ടും പോകുമ്പോൾ ലാസ്റ്റ് നോർമൽ ഫോം വരെയുള്ള എല്ലാ കണ്ടീഷൻസും അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം പ്ലസ് എ ന്യൂ കണ്ടീഷൻ, എങ്കിലേ നെക്സ്റ്റ് ആ നോർമൽ ഫോമിലോട്ട് പോകത്തുള്ളൂ. അതായത് 1NFലായിരിക്കണം 2NFലോട്ട് ആവണമെങ്കിൽ. 1NFലും ആണ് 2NFൻ്റെ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ അത് 2NFലാണ്. 2NFലും ആണ് 3NFൻ്റെ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ അത് 3NF ആണ്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നതെല്ലാം. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എ റിലേഷൻ സ്കീമ ആർ ഈസ് ഇൻ തേർഡ് നോർമൽ ഫോം ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ 2NF ആൻഡ് whenever a non-trivial functional dependency x determines a holds in R, either x is a super Q of R or a is a prime attribute of R. ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയാണ്. ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയെ കുറിച്ചൊന്നും പറയുന്നില്ല. തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്ന കാര്യം ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയെ ബേസ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആക്ച്വലി നോക്കേണ്ടതും ഇത് തന്നെയാണ്. നമ്മൾ കണ്ടീഷൻ ചെയ്യുമ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയാണ് നോക്കുന്നത്. അത് 2NFലായിരിക്കണം, അതായത് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അറ്റോമിക് ആയിരിക്കണം, പ്ലസ് പാർഷ്യൽ ഡിപ്പെൻഡൻസി ഒന്നും വരാൻ പാടില്ല, പിന്നെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയും വരാൻ പാടില്ല, എങ്കിൽ നോർമൽ ഫോമാണ്, തേർഡ് നോർമൽ ഫോമാണ്. അതിൻ്റെ ഡെഫിനിഷനാണിത്. നമ്മൾ ഏതൊരു ഡിപ്പെൻഡൻസി, ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടിയൊക്കെ യൂസ് ചെയ്ത് ചുമ്മാ പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എ ഡിറ്റർമിൻസ് എ എന്നൊക്കെ. അങ്ങനെയുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഡിറ്റർമിൻസ് എ എന്ന് പറയുന്നത് ഒരു റിലേഷനകത്തുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് അതിനകത്തുള്ളൊരു സൂപ്പർ കീ ആയിരിക്കണം. ഓക്കെ, സൂപ്പർ കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ ആയിരിക്കണം.
നമ്മൾ പറയുന്ന ഡെഫിനിഷൻ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിരിക്കണം. എക്സ് ഡിറ്റർമിൻസ് എ എന്ന് പറഞ്ഞൊരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി ഒരു റിലേഷനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിരിക്കണം. അതല്ല എങ്കിൽ എ എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. എക്സ് ക്യാൻ ബി എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, എ ഈസ് എ സിംഗിൾ ആട്രിബ്യൂട്ട്. എക്സ് ഡിറ്റർമിൻസ് എ എന്ന് പറയുന്ന ഏതൊരു ഡിപ്പെൻഡൻസി എടുത്തു കഴിഞ്ഞാലും എല്ലാ ഡിപ്പെൻഡൻസിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. ഓരോ ഡിപ്പെൻഡൻസി എക്സ് ഡിറ്റർമിൻസ് എ എന്ന് പറഞ്ഞുണ്ട് എങ്കിൽ എക്സ് സൂപ്പർ കീ ആണോ എങ്കിൽ കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഇൻ 3NF. അല്ല, എ എക്സ് സൂപ്പർ കീ അല്ല എങ്കിൽ എ എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. എ പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിലും കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഇൻ 3NF. നമുക്ക് കൺഫേം ചെയ്യാം. ഇത് രണ്ടും അല്ല എങ്കിൽ മാത്രമേ അത് 3NF അല്ലാതാകുന്നുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുകിൽ അത് സൂപ്പർ കീ ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സൂപ്പർ കീ അല്ല എങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മളുടെ റിലേഷൻ 3NFലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു കണ്ടീഷനാണ് ആക്ച്വലി നമ്മളുടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാക്കുന്നത്. ഈ ഒരു കാര്യം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവും. നമ്മൾ പ്രോബ്ലംസിൽ നമ്മൾ നോക്കേണ്ടത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണ് ചെയ്യാൻ എളുപ്പം. ഇത് നോർമലായിട്ടുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പറയുമ്പോൾ എഴുതേണ്ട കാര്യമാണ്. ഇതിൻ്റെ മൂന്നും കൂടെ ചേർത്ത് ഒരുമിച്ച് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് നോർമൽ ഫോമിൽ മൾട്ടി വാല്യൂഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ സെപ്പറേറ്റ് റിലേഷൻ ആക്കുക, ഒരു പുതിയ റിലേഷൻ ഉണ്ടാക്കുക. സെക്കൻഡ് നോർമൽ ഫോമിനകത്ത് നമ്മൾ പറയുന്നത് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ കാര്യമാണ്. അത് ചെയ്യാനായിട്ട് പാർഷ്യൽ കീ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യണം. തേർഡ് നോർമൽ ഫോമിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് നോക്കും. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയെ സെപ്പറേറ്റ് ടേബിൾ ആക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളതിലൊരു റിലേഷനുണ്ട്. താഴെ ആരോ കാണിച്ചേക്കുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി 1, 2, 3, 4 4 ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് പ്രോപ്പർട്ടി ഐഡിയ ആണ്. LOTS എന്ന് പറഞ്ഞൊരു ടേബിൾ. അതിനകത്ത് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് പ്രൈമറി കീ. അതല്ലാതെ പ്രൈമറി കീ അല്ലാതെ വേറൊരു കാൻഡിഡേറ്റ് കീയും കൂടെ ഉണ്ട്. കൗണ്ടി നെയിമും LOT നമ്പറുമായിട്ട് രണ്ടും കൂടെ ചേർന്ന് ഒരു കാൻഡിഡേറ്റ് കീ ഉണ്ട്. പിന്നെ ഏരിയ, പ്രൈസ്, ടാക്സ് റേറ്റ്, ഇങ്ങനെ കുറേ ആട്രിബ്യൂട്ട്സും ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറയുന്നത് പ്രോപ്പർട്ടി ID, അതായത് പ്രൈമറി കീ ഡിറ്റർമിൻസ് ഓൾ അതർ ആട്രിബ്യൂട്ട്സ്. പ്രോപ്പർട്ടി ID നമ്പർ ഡിറ്റർമിൻസ് കൗണ്ടി നെയിം, property ID determines LOT number, property ID determines area, property ID determines price, property ID determines tax rate. Okay, അതാണ് FD1. Property ID determines all other attributes in the relation. Second one candidate key determines all other attributes in the relation. കാരണം ഇത് രണ്ടും candidate key ആണ്. So it can determine all other attributes in the relation. So county name and lot number together determines all other attributes. Property ID, area, price, tax rate. Third FD എന്ന് പറയുന്നത് county name determines tax rate. Okay. Fourth FD പറയുന്നത് area determines price. ഇങ്ങനെ 4 ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇതിലൊന്നിനെക്കുറിച്ചും നമ്മൾ മൾട്ടി വാല്യൂഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇതൊരു 1NFലുള്ള റിലേഷനാണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഏതോട്ടാണ്? സെക്കൻഡ് നോർമൽ ഫോം തൊട്ട് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോം ആണെന്ന് അസ്യൂം ചെയ്യും. ബാക്കി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വെച്ച് നമ്മൾ ചെക്ക് ചെയ്യണം. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ പാർഷ്യൽ കീ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. പാർഷ്യൽ കീസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കാൻഡിഡേറ്റ് കീയുമായിട്ട് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഇപ്പോൾ പ്രോപ്പർട്ടി ID ഒരു സിംഗിൾ ആട്രിബ്യൂട്ടാണ്. സിംഗിൾ ആട്രിബ്യൂട്ടായിട്ടുള്ള ഒരു കീ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാക്കത്തില്ല. അത് കംപ്ലീറ്റ്ലി ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും.
കാരണം അതിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതിനകത്തുള്ള വേറൊരു ആട്രിബ്യൂട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഒറ്റ ആട്രിബ്യൂട്ടിലേ ആകപ്പാടുള്ളൂ പ്രോപ്പർട്ടി ഐ ഡി. പക്ഷേ രണ്ടാമത് വേറൊരു കാൻഡിഡേറ്റ് കീ ഇതിനകത്ത് പറയുന്നുണ്ട്, കൗണ്ടി നെയിം ആൻഡ് ലോട്ട് നമ്പർ. അത് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. കൗണ്ടി നെയിം മാത്രമായിട്ടോ അല്ലെങ്കിൽ LOT നമ്പർ മാത്രമായിട്ടോ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് പാർഷ്യൽ ഉണ്ടോ എന്ന് നോക്കുക. അതിനകത്ത് പാർഷ്യൽ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ കൗണ്ടി നെയിം ഡിറ്റർമിൻസ് ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ബാക്കി 4 ആട്രിബ്യൂട്ട്സുമായിട്ടും ഉണ്ട്. കൗണ്ടി നെയിം മാത്രമായിട്ടോ LOT നമ്പർ മാത്രമായിട്ടോ ഏതിനെങ്കിലും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. FD3 എന്ന് പറയുന്ന കാര്യം കൗണ്ടി നെയിം ഡിറ്റർമിൻസ് ടാക്സ് റേറ്റ് ആണ്. പക്ഷേ FD2വിനകത്ത് കൗണ്ടി നെയിം ആൻഡ് ലോട്ട് നമ്പർ ടുഗദർ ഡിറ്റർമിൻസ് ടാക്സ് റേറ്റ് എന്നുണ്ട്. തൊട്ട് താഴെ കൗണ്ടി നെയിം ഡിറ്റർമിൻസ് ടാക്സ് റേറ്റ് എന്നുണ്ട്. അപ്പോൾ അത് ആണ് നമ്മളുടെ ഇതിനകത്തുള്ള പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. വേറെ ലോട്ട് നമ്പർ മാത്രമായിട്ടോ കൗണ്ടി നെയിം മാത്രമായിട്ടോ വേറെ ഒന്നുമില്ലല്ലോ. സോ FD3 എന്ന് പറയുന്ന കാര്യമാണ് ആക്ച്വലി നമ്മളെ ഇവിടുത്തെ പാർഷ്യൽ ഡിപ്പെൻഡൻസി. അപ്പം നമ്മളതിനെ ചെയ്യുന്നത് അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഏതാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? കൗണ്ടി നെയിം ഡിറ്റർമിൻസ് എന്നും പറഞ്ഞ് മാത്രമായിട്ടുള്ളത് ഏത് ആട്രിബ്യൂട്ടാണ്? കൗണ്ടി നെയിം ഡിറ്റർമിൻസ് ടാക്സ് റേറ്റ് എന്നുള്ളതാണുള്ളത്. അപ്പോൾ ആ ടാക്സ് റേറ്റിനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് പ്രോപ്പർട്ടി ഐ ഡി, കൗണ്ടി നെയിം, ലോട്ട് നമ്പർ, ഏരിയ, പ്രൈസ്. അതത്രയും ഒരു സിംഗിൾ റിലേഷനായിട്ട് വരും. LOTS 1 ആയിട്ട് വരും. പിന്നെ LOTS 2 ആയിട്ട് കൗണ്ടി നെയിമും ടാക്സ് റേറ്റും കൂടെ ഉള്ളത്. അതായത് ഏത് ഡിറ്റർമിൻസ് ആണോ ഏത് ആ ഒരു ഡിപ്പെൻഡൻസിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു ടേബിളാക്കും. മറ്റേ ടേബിളിൽ നിന്നും ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യം ഏതാണോ അതിനെ മാറ്റും. അതായത് ടാക്സ് റേറ്റ് എന്നുള്ളതിനെ ആദ്യത്തെ ടേബിളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ ടേബിൾ അതിനെ റിമൂവ് ചെയ്തിട്ട് രണ്ടാമത്തെ ടേബിൾ ഉണ്ടാക്കുന്നത് ഏതാണ്? ആ ഡിപ്പെൻഡൻസി. ഏത് ഡിപ്പെൻഡൻസി? കൗണ്ടി നെയിം ഡിറ്റർമിൻസ് ടാക്സ് റേറ്റ്. അതിൽ ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് ഉണ്ട്? കൗണ്ടി നെയിമും ടാക്സ് റേറ്റും. അതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ടേബിളാക്കും. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതെല്ലാം കീ ആകും, റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് കീ അല്ല. അപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ കൗണ്ടി നെയിം മാത്രമേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ കൗണ്ടി നെയിം എന്നുള്ളത് കീ ആയിട്ട് മാറും അതിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഇത് 2NFലായി. ഇനി ഇതിനകത്ത് വേറെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഒന്നും വരുന്നില്ല. അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ടത് 3NFലാണോ? അപ്പോൾ 3NFലാണോ എന്ന് ഏത് നോക്കും? LOTS 1 സെപ്പറേറ്റ്ലി നോക്കണം, LOTS 2 സെപ്പറേറ്റ്ലി നോക്കണം. കാരണം ഇപ്പോൾ ഇനി നമുക്ക് ഒരു ടേബിളല്ല, 2 ടേബിളാണ്. 2 ടേബിളിന് സെപ്പറേറ്റ്ലി നോക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് LOTS 1 മാത്രം കൺസിഡർ ചെയ്യാം. LOTS 1നകത്ത് ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടോ? ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇതെടുക്കുമ്പോൾ X ഡിറ്റർമിൻസ് A എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടെങ്കിൽ X സൂപ്പർ കീ ആയിരിക്കണം, അതായത് ഒരു കീ ആയിരിക്കണം. ഇതിനകത്ത് FD1 എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഐ ഡി ഡിറ്റർമിൻസ് ബാക്കി ഓൾ അതർ ആട്രിബ്യൂട്ട്സ് എന്നാണുള്ളത്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഐ ഡി ഈസ് എ കീ, സോ X ഈസ് എ സൂപ്പർ കീ, കറക്റ്റാണ്. അടുത്ത FD2 പറയുന്നത് കൗണ്ടി നെയിം ആൻഡ് ലോട്ട് നമ്പർ ഡിറ്റർമിൻസ് ഓൾ അതർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ കൗണ്ടി നെയിം ആൻഡ് ലോട്ട് നമ്പർ എന്ന് പറയുന്നത് ഇസ് എ കാൻഡിഡേറ്റ് കീ, അതായത് ഒരു കീ തന്നെയാണ്. അപ്പോൾ X സൂപ്പർ കീ എന്നുള്ള കണ്ടീഷൻ, X ഇസ് എ സൂപ്പർ കീ എന്നുള്ള കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ FD2ഉം ഒരു 3NFൻ്റെ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നതാണ്. അടുത്ത FD4 ഏരിയ ഡിറ്റർമിൻസ് പ്രൈസ്. ഏരിയ ഈസ് നോട്ട് എ സൂപ്പർ കീ. ഇതിനകത്ത് സൂപ്പർ കീസ് എന്ന് പറയാൻ പറ്റുന്നത് കൗണ്ടി നെയിം, ലോട്ട് നമ്പറും പ്രോപ്പർട്ടി ആണ്. സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് കീ നോക്കിയാൽ മതി, സൂപ്പർ കീ എന്നുള്ളത് നോക്കണ്ട. കാൻഡിഡേറ്റ് കീ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. സൂപ്പർ കീ എന്ന് പറയാൻ കാരണം ഇപ്പോൾ കൗണ്ടി നെയിം, ലോട്ട് നമ്പർ, ഏരിയ മൂന്നും കൂടെ ചേർന്ന് ഡിറ്റർമിൻസ് പ്രൈസ് എന്നായിരുന്നുവെങ്കിൽ അതൊരു സൂപ്പർ കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ്. ഇപ്പോൾ കാൻഡിഡേറ്റ് കീ എന്നുള്ളത് ബേസിക്കലി നോക്കിയാൽ മതി. ഇതിനകത്ത് ഏരിയ ഡിറ്റർമിൻസ് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഏരിയ എന്ന് പറയുന്നത് ഒരു കീ ആണോ? ഇസ് നോട്ട് എ കീ. നമുക്കിതിനകത്ത് 2 കീയേ ഉള്ളൂ, പ്രോപ്പർട്ടി ഐ ഡിയും പിന്നെ കൗണ്ടി നെയിം ആൻഡ് ലോട്ട് നമ്പറും. അപ്പോൾ X ഈസ് എ സൂപ്പർ കീ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. A ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്. പ്രൈസ് എന്ന് പറയുന്നത് ഏതെങ്കിലും കാൻഡിഡേറ്റ് കീയുടെ പാർട്ടാണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം ആട്രിബ്യൂട്ട്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് FD4 എന്നുള്ളത് 3NF എന്നുള്ള റിലേഷൻ
3NF എന്നുള്ള കണ്ടീഷൻ 3NFൻ്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ FD4നെ സെപ്പറേറ്റ് ചെയ്യണം. FD4നെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഡിറ്റർമിൻസ് പ്രൈസ് എന്നാണെങ്കിൽ പ്രൈസിനെ റിമൂവ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആട്രിബ്യൂട്ട്സിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്ത് അതിനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് LOTS1A എന്ന് പറഞ്ഞൊരു ടേബിൾ കിട്ടി. അതിനകത്ത് പ്രോപ്പർട്ടി ID, കൗണ്ടി നെയിം, ലോട്ട് നമ്പർ, ഏരിയ ഇത്രയുണ്ട്. പ്രൈസ് ആണ് റിമൂവ് ചെയ്തത് ബേസ്ഡ് ഓൺ ഏത് FD4 എന്തായിരുന്നു? ഏരിയ ഡിറ്റർമിൻസ് പ്രൈസ്. അപ്പോൾ ഏരിയയും പ്രൈസും ചേർന്ന് പുതിയ ടേബിൾ LOTS1B എന്ന് പറഞ്ഞ് ഏരിയയും പ്രൈസും ചേർന്നൊരു ടേബിളായി. ഇപ്പോൾ LOTS1Aയും LOTS1Bയും എന്തായി? 3NFലായി. ഇനി അടുത്തും നമ്മളുടെ വേറൊരു ടേബിൾ കിടപ്പുണ്ടായിരുന്നു. ഏത്? LOTS2. LOTS2 3NFലാണോ എന്ന് നോക്കുക. LOTS3 അത് വരണമെങ്കിൽ കൗണ്ടി നെയിം ഡിറ്റർമിൻസ് ടാക്സ് റേറ്റ്. എക്സ് ഡിറ്റർമിൻസ് എയിലെ എക്സ് എന്ന് പറയുന്നത് കൗണ്ടി നെയിം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൈമറി കീ ഓഫ് LOTS2. LOTS2 എന്ന് പറയുന്നത് 2 ആട്രിബ്യൂട്ട് ആകപ്പാടുള്ളൂ. ഒരു ആട്രിബ്യൂട്ട് ഡിറ്റർമിൻസ് അടുത്ത ആട്രിബ്യൂട്ട്. ആ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കീ ആണ്. അതിൻ്റെ പ്രൈമറി കീ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഇനി വേറെ ഒന്നും നോക്കാനില്ല. ആ ഒരു കണ്ടീഷൻ എക്സ് ഡിറ്റർമിൻസ് എ എന്നുള്ളത് എക്സ് ഇസ് സൂപ്പർ കീ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻ 3NF. അപ്പോൾ നമ്മുടെ ഫൈനൽ 3NFലുള്ള റിലേഷൻസ് എന്ന് പറയുന്നത് LOTS1A, LOTS1B, LOTS2 ഇങ്ങനെ 3 റിലേഷൻസാണ് നമ്മളുടെ 3NFലായിട്ട് കിട്ടിയത്. അതായത് നമുക്ക് ഉണ്ടായിരുന്ന ഇനിഷ്യൽ റിലേഷനെ 3NFലോട്ട് മാറ്റുമ്പോൾ 3 റിലേഷൻസായിട്ട് കിട്ടുന്നു. ഇതാണ് ഈ 3 റിലേഷനും കൂടെ ചേരുമ്പോൾ നമ്മുടെ ഡേറ്റാബേസിനകത്ത് 3NFലോട്ട് എത്തി ആ റിലേഷൻസ് എല്ലാം. അപ്പോൾ അത് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? LOTS എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ടേബിൾ. അത് ഫസ്റ്റ് നോർമൽ ഫോമിലാണെന്ന് അസ്യൂം ചെയ്തു. സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ LOTS1ഉം LOTS2ഉം ആയിട്ട് മാറി. അതിനെ തേർഡ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ LOTS1A, LOTS1B, LOTS2 ഇങ്ങനെ 3 ടേബിൾസായിട്ട് മാറി. ഇപ്പോൾ നമ്മൾ ഫൈനലി തേർഡ് നോർമൽ ഫോമിലോട്ട് എത്തി. ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നതുപോലെ ഒരു ടേബിൾ തരും, കുറേ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തരും. നിങ്ങളത് അനലൈസ് ചെയ്ത് ഈ ടേബിൾ വരയ്ക്കുക. ഇത്രയും വരയ്ക്കുന്നതിന് 9 മാർക്കുണ്ട്. ഇത് തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് അതിൻ്റെ റീസണും എഴുതി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാർക്കും കിട്ടും. മിക്കവാറും ചെയ്യുമ്പോൾ നമുക്ക് 3NF വരെ ആയിരിക്കത്തില്ല, BCNFും കൂടെ ചെയ്യേണ്ടി വരും. അത് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും. ഓക്കെ, ഇത് ഇത്രയും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് BCNF ബോയ്സ് കോഡ് നോർമൽ ഫോം എന്താണ്, അതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ എക്സാമ്പിളും കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സോൾവ്ഡ് എക്സാമ്പിൾസ് നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളതോ അല്ലാതെയുള്ള കുറേ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ. അത്രയും ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ആവും. അപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയും എക്സാമ്പിൾ വെച്ച് പഠിച്ച് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ 3NF വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക, തെറ്റിപ്പോകാം. എന്താണ് കാര്യം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് BCNF എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി മൊത്തമായിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാവും. പുതിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് മനസ്സിലാവും.